ഒരു രാജ്യത്ത് തുടങ്ങിയ ഒരു പ്രതിഷേധം മറ്റൊരു രാജ്യത്തെ യുവാക്കൾ കോപ്പി ചെയ്യുമോ? സാധാരണ സിനിമകളോ മീംസോ ഒക്കെയാണ് അതിർത്തി കടക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കടന്നുപോയത് ഒരു പ്രതിഷേധ ആശയമാണ്. ഇന്ത്യയിൽ വൈറലായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരും ശൈലിയും ഇപ്പോൾ പാകിസ്ഥാനിലെ ചില യുവാക്കളും ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നതിന് ഇതാ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് അതിശയകരമായ ഒരു തെളിവാണ്. ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിലും എക്സിലും ദശലക്ഷക്കണക്കിന് യുവാക്കളെ ആകർഷിച്ച കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന വൈറൽ സറ്റാരിക്കൽ ട്രെൻഡ് ഇപ്പോൾ ഇങ്ങ് പാകിസ്ഥാനിലും ആഞ്ഞടിക്കുകയാണ്. അതെ, ഇന്ത്യയിലെ ജെൻസി യുവാക്കൾ ഭരണകൂടത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഉപയോഗിച്ച അതേ കോൺസെപ്റ്റ് Ctrl+C Ctrl+V ചെയ്ത് പാക് യുവാക്കളും ഏറ്റെടുത്തിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ കോക്രോച്ച് അവാമി പാർട്ടി CAP, കോക്രോച്ച് അവാമി ലീഗ് എന്നീ പേരുകളിലാണ് പുതിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മീം പേജുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ കോക്രോച്ച് പാർട്ടി? എങ്ങനെയാണ് വെറും ഒരു തമാശ രൂപത്തിലുള്ള മീം പേജ് ഒരു ഇരു രാജ്യങ്ങളിലെയും യുവാക്കളുടെ വലിയൊരു പ്രതിഷേധ ശബ്ദമായിട്ട് മാറിയത്? ഇന്ത്യയിൽ തുടങ്ങി പാകിസ്ഥാനിലെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും ട്രോളുന്ന ഈ പുതിയ ക്രോസ് ബോർഡർ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കോക്രോച്ച് പാർട്ടി എന്ന ആശയത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ഉയർന്നു വന്ന ചില പരാമർശങ്ങളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഒരു ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദത്തിന് പിന്നാലെ 30-കാരനായ അഭിജിത്ത് ദീപ്കെ എന്ന ഉള്ളടക്ക സൃഷ്ടാവ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, 2026 മേയിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന സറ്റാരിക്കൽ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നു. സമൂഹത്തിലെ ഭരണാധികാരികൾ യുവാക്കളെ വെറും ചവിട്ടി അരയ്ക്കപ്പെടേണ്ട പാറ്റകളെ പോലെ കാണുന്നുവെങ്കിൽ രാജ്യത്തെ എല്ലാ പാറ്റകളും ഒന്നിച്ചു ചേർന്നാൽ എന്താകും? ഇതായിരുന്നു CJPയുടെ ആശയം. വളരെ പെട്ടെന്നാണ് ഈ ആശയത്തെ ഇന്ത്യൻ ജെൻസി ഏറ്റെടുത്തത്. ഇനി ഇത് യഥാർത്ഥത്തിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയായി തുടങ്ങിയതല്ല. ഒരു സറ്റാരിക്കൽ യൂത്ത് മൂവ്മെന്റ് ആയിട്ടാണ് ഇത് ആരംഭിച്ചത്. പരീക്ഷാ പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള അസംതൃപ്തി, യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, വിലക്കയറ്റം, ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണ ലഭിക്കാൻ കാരണമായത്. സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങിയ ക്യാമ്പയിൻ പിന്നീട് വലിയ പൊതു പ്രക്ഷോഭങ്ങളിലേക്കും വ്യാപിച്ചു. ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളെ പരിഹാസത്തിലൂടെയും മീമുകളിലൂടെയും അവതരിപ്പിച്ച CJP വെറും ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 20 മില്യണിലധികം ഫോളോവേഴ്സിനെ നേടി തരംഗമായി മാറുകയായിരുന്നു. ഇന്ത്യയിലെ ഈ വൈറൽ മുന്നേറ്റം കണ്ട പാകിസ്ഥാനിലെ യുവാക്കൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ അധിക സമയം എടുത്തില്ല. ഇന്ത്യയിലെ CJP പേജുകളെ മാതൃകയാക്കി പാകിസ്ഥാനിലും കോക്രോച്ച് അവാമി പാർട്ടി CAP, കോക്രോച്ച് അവാമി ലീഗ് CAL എന്നീ പേജുകൾ ആരംഭിച്ചു. അവിടുത്തെ പേജ് അഡ്മിന്മാർ തങ്ങൾ ഇന്ത്യയിലെ CJPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്തു. ഇതൊരു ഔദ്യോഗിക പാർട്ടിയല്ല, ഇതൊരു രാഷ്ട്രീയ ആശയത്തെ പരിഹാസത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രതിഷേധ രീതിയാണ്. ഇനി എന്തുകൊണ്ടാണ് പാക് യുവാക്കൾ ഇത് ഏറ്റെടുത്തത്? കാരണങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. പാകിസ്ഥാൻ നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും പെട്രോൾ, ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും. 2, യുവാക്കളുടെ നിരാശ, അതായത് തൊഴിലവസരങ്ങളുടെ അഭാവവും ഉന്നത പഠനത്തിനുള്ള ഭീമമായ ചെലവും. 3, രാഷ്ട്രീയ എലീറ്റുകൾക്കെതിരെയുള്ള അമർഷം. ഭരണത്തിലുള്ള രാഷ്ട്രീയക്കാരും മിലിറ്ററി എലീറ്റുകളും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിനെതിരെയുള്ള ക്രിയേറ്റീവ് പ്രതിഷേധം. ഏതൊരു ഡിജിറ്റൽ ട്രെൻഡും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനു ചുറ്റും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിൽ CJP തരംഗമായതോടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഈ പേജിന്റെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ നിന്നാണെന്നും ഇതിനു പിന്നിൽ ISI കൈകൾ ഉണ്ട് എന്നും ആരോപിച്ചു. എന്നാൽ അക്കൗണ്ട് ഉടമ അഭിജിത്ത് ദീപ്കെ തങ്ങളുടെ റീച്ചും ഡേറ്റയും പുറത്തുവിട്ടുകൊണ്ട് 94% ആളുകളും ഇന്ത്യൻ യുവാക്കൾ തന്നെയാണ് എന്ന് തെളിയിച്ചു. എങ്കിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുക വരെ ഉണ്ടായി. ഇനി പാകിസ്ഥാനിൽ CAP ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല, മറിച്ച് യുവാക്കൾക്ക് തങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു തമാശ സെറ്റയർ മൂവ്മെന്റ് ആയിട്ടാണ് വളരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പരമ്പരാഗതമായിട്ട് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന രീതികളിൽ നിന്ന് മാറി ഇന്നത്തെ ജെൻസി തലമുറ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? ഹാസ്യത്തിലൂടെയുള്ള പ്രതിരോധമുണ്ട്. അതായത് റാലികളോ കല്ലേറോ ഇല്ലാതെ കേവലം മീമുകളിലൂടെയും പരിഹാസ പോസ്റ്റുകളിലൂടെയും അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അടുത്തത്, അതിർത്തികളില്ലാത്ത ഇന്റർനെറ്റ് സംസ്കാരം. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണ യുവാക്കൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, അതായത് ജോലിയില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, സിസ്റ്റത്തിലെ വീഴ്ചകൾ എന്നിവ ഒന്നു തന്നെയാണ് എന്നാണ് ഈ ഒരു ട്രെൻഡ് തെളിയിക്കുന്നത്. അടിച്ചമർത്താൻ നോക്കും തോറും മീം സംസ്കാരം കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നു. ഒരു പേജ് അതിർത്തി കടന്നതല്ല ഇവിടെ പ്രധാന വാർത്ത, ഒരു ആശയമാണ് കടന്നത്. ഇന്ത്യയിലെ യുവാക്കളുടെ പ്രതിഷേധ ശൈലി പാകിസ്ഥാനിലെ ചില യുവാക്കളിലും ചർച്ചയായത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും യുവജനങ്ങളുടെ മാറുന്ന രാഷ്ട്രീയ പങ്കാളിത്തവും കാണിക്കുന്ന ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇത് ഇപ്പോൾ പ്രതീകാത്മകവും അനൌദ്യോഗികവുമായ ഒരു പ്രസ്ഥാനമാണ് എന്നും ഓർക്കണം.
ഭാവിയിൽ ഇത് എത്രത്തോളം വളരും, അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഡിജിറ്റൽ ട്രെൻഡായിട്ട് മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.